ഇന്ത്യൻ സമുദ്രത്തിന്റെ നെഞ്ചിൽ ചൈനയെ വിറപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഒരു ഉരുക്കുകോട്ട പണിയുമ്പോൾ അതിനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരു സംഘം ആളുകൾ. അതിന് നേതൃത്വം നൽകുന്നത് മറ്റാരുമല്ല, പതിവ് പോലെ തന്നെ രാഹുൽ ഗാന്ധി അഥവാ പപ്പുമോൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നാളെ ഈ മനുഷ്യൻ എങ്ങാനും നമ്മുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നാൽ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എങ്കിൽ കൂടി എങ്ങാനും ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? രാജ്യസുരക്ഷയേക്കാൾ ഉപരി വിദേശ ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാൾക്ക് എങ്ങനെ നമ്മുടെ രാജ്യത്തെ നയിക്കാൻ സാധിക്കും? കോടികൾ വാഗ്ദാനം ചെയ്താൽ രാജ്യത്തെ തന്നെ ഒറ്റിക്കൊടുക്കാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥയാണ് ഇദ്ദേഹത്തിനുള്ളത് എന്ന് പറയുന്നതിൽ എന്താണ് സംശയം? ഇയാൾ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കാരൻ തന്നെയാണോ, അതോ എല്ലാവരും പറയുന്ന പോലെ ഒരു വിദേശ അജണ്ടകളുടെ ഏജന്റ് ആണോ? സങ്കല്പിക്കുക, ഇന്ത്യൻ സമുദ്രത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നൊരവസ്ഥ. ചൈനയുടെ ചരക്ക് കപ്പലുകൾ വിറച്ചുകൊണ്ട് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നൊരു കാലം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ചൈന നമുക്ക് ചുറ്റും വലയം വെക്കുകയാണ്. എന്തായാലും ഇതിനൊരു പ്രതിവിധിയായി നരേന്ദ്രമോദി സർക്കാർ 72,000 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ ആർക്കാണ് ഇത്ര വാശി? രാഹുൽ ഗാന്ധിക്ക് എന്താണ് ഇതിന് പിന്നിലെ ലക്ഷ്യം? കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഈ പദ്ധതി ഓർത്ത് ഇത്രത്തോളം വേവലാതി ഉള്ളത്? ശരിക്കും പരിസ്ഥിതിയോടുള്ള സ്നേഹമാണോ, അതോ ഇതിന് പിന്നിൽ വല്ല ചൈനീസ് കണക്ഷനും ഉണ്ടോ? കോടികൾ വാഗ്ദാനം ചെയ്താൽ രാജ്യത്തെ തന്നെ ഒറ്റിക്കൊടുക്കുന്ന ഒരു മനസ്സാണ് ഇദ്ദേഹത്തിൻ്റെത് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. ഇയാളൊരു ഇന്ത്യക്കാരൻ തന്നെയാണോ എന്ന് നമ്മൾ സംശയിച്ചാലും അതിന് നമ്മളെ കുറ്റം പറയാനാകില്ല. എന്തായാലും ഈ ചോദ്യങ്ങൾ ഇന്ന് ഓരോ ഭാരതീയന്റെയും മനസ്സിലുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ നടക്കുന്ന ആ മഹാഗൂഢാലോചനയുടെ ചുരുളുകൾ ഞാൻ അഴിച്ചു കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ പദ്ധതിയുടെ പ്രാധാന്യം ഒന്ന് ഇഴകീറി പരിശോധിക്കാം. ഭാരതത്തിന്റെ ഭൂപടം എടുത്തു നോക്കിയാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും വളരെ അടുത്താണ് കിടക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ. ഇവിടെ സർക്കാർ വിഭാവനം ചെയ്യുന്നത് വെറുമൊരു തുറമുഖമല്ല, മറിച്ച് ഒരു മെഗാ ഹബ്ബ് തന്നെയാണ്. ഇതിലെ 4 പ്രധാന ഘടകങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒന്നാമത് ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ അഥവാ ICTT. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് അഥവാ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് വന്ന് അടുക്കാൻ കഴിയുന്ന ഒരു ആഴക്കടൽ തുറമുഖം. നിലവിൽ ഇത്തരം കപ്പലുകൾക്ക് വരാൻ ഇന്ത്യയിൽ സംവിധാനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചരക്കുകൾ സിംഗപ്പൂരിലോ കൊളംബോയിലോ പോയി മാറ്റി അയക്കേണ്ടി വരുന്നുണ്ട്. ഈ പദ്ധതി വന്നാൽ വർഷം തോറും ഇന്ത്യക്ക് ലഭിക്കാൻ കഴിയുന്നത് കോടിക്കണക്കിന് ഡോളറാണ്. 2, ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത് വെറും ഒരു സിവിലിയൻ എയർപോർട്ട് മാത്രമല്ല, തന്ത്രപ്രധാനമായ സൈനിക വിമാനങ്ങൾക്കും ഇവിടെ ഇറങ്ങാൻ സാധിക്കും. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ കണ്ണെത്തുന്ന ഒരു ഇടമായിട്ട് ഇത് മാറും. 3, സ്മാർട്ട് സിറ്റി. ഏകദേശം 160 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഒരു ആധുനിക നഗരം. ഇവിടെ IT പാർക്കുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, വ്യവസായ മേഖലകൾ എന്നിവയെല്ലാം ഉണ്ടാകും. ഇത് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലും നൽകും. 4, പവർ പ്ലാന്റ്. പദ്ധതിക്ക് ആവശ്യമായ വൈദ്യുതി അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ വ്യാപാര പാതയായ മലാക്ക കടലിടുക്കിന്റെ കവാടത്തിൽ ഇന്ത്യ ഒരു ടോൾ ബൂത്ത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭാരതത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിമറിക്കും. അറിയാമല്ലോ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം. ഇത് ഒരു വലിയ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും. ഇത്രയും വലിയൊരു വികസനം വരുമ്പോൾ ഇത് ഏത് ഇന്ത്യക്കാരനാണ് സന്തോഷിക്കാത്തത്? എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഇത് ദഹിക്കുന്നില്ല. അദ്ദേഹം രാഷ്ട്രപതിക്ക് കത്തയക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരു സ്റ്റണ്ടാണ്, PR സ്റ്റണ്ടാണ് അതിൻ്റെ മറ്റൊരു രൂപം. അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. 9.5 ലക്ഷം മരങ്ങൾ വെട്ടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വികസനം വരുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. മരം മുറിക്കുന്നത് നല്ല കാര്യമാണെന്നല്ല പറയുന്നത്, പക്ഷേ രാജ്യസുരക്ഷയാണല്ലോ പരമപ്രധാനം. മരങ്ങൾക്ക് പകരമായി മറ്റിടങ്ങളിൽ വനവൽക്കരണം നടത്താമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടും അദ്ദേഹത്തിന് വിശ്വാസമില്ല. ആരോപണം 2, ഗോത്രവർഗക്കാരെ ഒഴിപ്പിക്കുന്നു. ഷോംപെൻ നിക്കോബാറിസ് ഗോത്രങ്ങളുടെ ജീവിതം തകരുമെന്നാണ് വാദം. എന്നാൽ ഒരാളെപ്പോലും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കോൺഗ്രസ് അല്ല രാഹുൽ ഗാന്ധി ഒരു ആരോപണം തന്നാൽ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം തന്നാൽ അത് തിരിഞ്ഞു നോക്കാത്തത്. ആരോപണം 3, സുതാര്യമില്ലായ്മ. പദ്ധതിയുടെ നടപടിക്രമങ്ങളിൽ അഴിമതി ഉണ്ടെന്നാണ് മറ്റൊരു ആരോപണം. യഥാർത്ഥത്തിൽ ഇതാണോ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം, അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? വികസനത്തെ പരിസ്ഥിതിയുടെ പേരിൽ തടയുക എന്നത് വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ ഉപകരണമാണോ രാഹുൽ ഗാന്ധി? നമ്മൾ സംശയിച്ചാൽ അതിന് നമ്മളെ തെറ്റ് പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയുടെ ഓരോ ആരോപണത്തെയും കേന്ദ്ര സർക്കാർ രേഖാമൂലം പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇതിന് മറുപടി നൽകിയത് സാക്ഷാൽ പരിസ്ഥിതി മന്ത്രാലയവും പ്രതിരോധ വകുപ്പുമാണ്.
ഇനി ദേശീയ സുരക്ഷയെക്കുറിച്ച് നമുക്ക് ആദ്യം ഞാൻ വ്യക്തമാക്കി തരാം. സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ പദ്ധതി ഒരു വികസന പദ്ധതി മാത്രമല്ല, ഇതൊരു പ്രതിരോധ കവചം കൂടിയാണ്. ഇന്ത്യൻ സമുദ്രത്തിൽ ചൈനയുടെ മുങ്ങിക്കപ്പലുകൾ കറങ്ങി നടക്കുമ്പോൾ അവയെ നിരീക്ഷിക്കാനായി ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു ബേസ് ഇല്ലാതെ ഇന്ത്യക്ക് പറ്റില്ല. ഇതിനെ എതിർക്കുന്നവർ രാജ്യത്തിന്റെ സുരക്ഷയെയാണ് അപകടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത്. ഇനി വനവൽക്കരണത്തെക്കുറിച്ച് ഞാൻ വ്യക്തമാക്കി തരാം. 9.5 ലക്ഷം മരങ്ങൾ മുറിക്കുന്നതിന് പകരം ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ കാട് വെച്ചുപിടിപ്പിക്കൽ പദ്ധതിയുണ്ട്. കൂടാതെ പവിഴപ്പുറ്റുകളെയും കടലാമകളെയും സംരക്ഷിക്കാനായി ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുമുണ്ട്. ഇനി അടുത്തതിലേക്ക് വരാം. ആദിവാസി ക്ഷേമമാണ് അടുത്തതായി രാഹുൽ ഗാന്ധിയുടെ ആശങ്ക. അതിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി എന്തെന്നാൽ, ആദിവാസി വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ ഭൂമിയോ സംസ്കാരമോ തൊടില്ലെന്ന് മോദി സർക്കാർ ഉറപ്പു നൽകുന്നു. ഇത്രയും വ്യക്തമായ വിശദീകരണങ്ങൾ നൽകിയിട്ടും രാഹുൽ ഗാന്ധി തന്റെ നിലപാട് മാറ്റാനായി തയ്യാറല്ല. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്. വികസനമല്ല, മറിച്ച് പദ്ധതി അട്ടിമറിക്കുക എന്നതാണ്. വോട്ട് ചോരിയെക്കുറിച്ചെല്ലാം വാദോരാതെ പറഞ്ഞിട്ട് അതിനെതിരെ ഒരു കേസ് പോലും കൊടുക്കാത്തൊരു നിർഗുണനായ ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത്. എന്തായാലും നമുക്ക് ചിന്തിക്കാം, ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി മുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും? സംശയമില്ല, അത് ചൈനയാണ്. ലോകത്തെ ചരക്ക് നീക്കത്തിന്റെ 40% മലാക്ക കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 80% ഈ വഴിയാണ്. ഇന്ത്യ ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു മിലിറ്ററി ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് പണിതാൽ ചൈനയുടെ പരടിക്ക് പിടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അതായത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേടി സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഈ പദ്ധതിക്കെതിരെ വലിയ ഗൂഢാലോചനകൾ പോലും നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ചില രാഷ്ട്രീയക്കാരെയും സന്നദ്ധ സംഘടനകളെയും ഉപയോഗിച്ച് ഈ പദ്ധതി മുടക്കാനായി ചൈന കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധിയും, അതായത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും ഇതിനെതിരെ വലിയ തോതിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കോൺഗ്രസ് ഒപ്പിട്ട നിഗൂഢമായ കരാർ ഇന്നും ചർച്ചാ വിഷയമാണ്. ആ കരാറിലെ വ്യവസ്ഥകൾ ഇതൊക്കെയാണോ? ചൈനയുടെ ശത്രുക്കളെ ഇന്ത്യയിൽ തന്നെ ഇല്ലാതാക്കുക എന്നതാണോ രാഹുൽ ഗാന്ധിയുടെ ദൗത്യം? ഇതൊരു ഗുരുതരപരമായ ചോദ്യമാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ തന്നെ പ്രവൃത്തികൾ നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഡോക്ലാം അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആരെയാണ് കണ്ടത്? ചൈനീസ് അംബാസിഡറെയാണ് കണ്ടത്, അതും അതീവ രഹസ്യമായി. ഇന്ത്യ വികസിപ്പിച്ച കോവിഡ് വാക്സിനെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചത് ആരാണ്? ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് തെളിവ് ചോദിച്ചത് ആരാണ്? വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയിലെ ജനാധിപത്യം അപകടത്തിലാണെന്നും വിദേശ രാജ്യങ്ങൾ ഇടപെടണമെന്നും പ്രസംഗിക്കുന്നത് ആരാണ്? സ്വന്തം രാജ്യത്തിന്റെ ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുന്നത് ആരാണ്? സ്വന്തം രാജ്യത്തെ സുരക്ഷാ രഹസ്യങ്ങൾ ഇത്രയധികം അവഹേളിക്കുന്ന, രാജ്യത്തിന്റെ വികസനത്തെ തുരങ്കം വെക്കുന്ന ഒരാളെ ദേശസ്നേഹി എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഇയാൾ ഒരു ഇന്ത്യക്കാരനല്ലല്ലോ എന്ന ജനങ്ങളുടെ സംശയം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും വിദേശ ബന്ധങ്ങളും എപ്പോഴും നിഗൂഢത നിറഞ്ഞതാണ്. കോടികൾ വാഗ്ദാനം ചെയ്താൽ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ചാരന്മാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. ആ പട്ടികയിലേക്ക് ഒരു പേര് കൂടി ചേരുകയാണോ? നമുക്ക് ജാഗ്രത വേണം. വികസന വിരുദ്ധരായ ഇത്തരം നിലപാടുകൾ എടുക്കുന്ന ഒരാൾ ഒരുപക്ഷെ നമ്മുടെ ഭരണാധികാരി ആയാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? നമ്മളെല്ലാം ഒറ്റിക്കൊടുത്ത് നമ്മുടെ ഇന്ത്യയെ തന്നെ വിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും നമ്മൾ കാണേണ്ടി വരിക. ഗ്രേറ്റ് നിക്കോബാർ പോലെയുള്ള തന്ത്രപ്രധാനമായ പദ്ധതികൾ അദ്ദേഹം എന്തായാലും അധികാരത്തിലെത്തിയാൽ റദ്ദാക്കാം. അത് ചൈനയ്ക്ക് ഇന്ത്യൻ സമുദ്രം പട്ടുവിരിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അതുപോലെ വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്നും പിന്മാറും, തൊഴിലില്ലായ്മ വർദ്ധിക്കും. തീർന്നില്ല, വിദേശ ശക്തികളുടെ ഇടപെടൽ നമ്മുടെ രാജ്യത്തുണ്ടാകും. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ കയറി നിറങ്ങിയതുപോലെ പല രാജ്യക്കാരും ഇവിടെ കയറി നിറങ്ങും. ഇന്ത്യയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത് ഡൽഹിയിലായിരിക്കില്ല, മറിച്ച് വിദേശ രാജ്യങ്ങളിലായിരിക്കും. ട്രംപ് എല്ലാം ഇവിടെ വന്ന് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങും. രാജ്യസുരക്ഷയേക്കാൾ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് മുൻഗണന നൽകുന്ന ഒരാൾ പ്രധാനമന്ത്രിയായാൽ ഭാരതം വീണ്ടും അടിമത്തത്തിലേക്ക് പോകാൻ അധികകാലമൊന്നും വേണ്ടിവരില്ല. കോടികൾ കിട്ടിയാൽ ഭാരതമാതാവിനെ ലേലം വിളിക്കാൻ ഇത്തരക്കാർ മടിക്കില്ല എന്ന് ഇവരുടെ ഇപ്പോഴത്തെ പ്രവർത്തികൾ തന്നെ തെളിയിക്കുകയാണ്. ഇതെല്ലാം കേട്ട് നിലവിളിക്കുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ സത്യം തിരിച്ചറിയുക. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി വെറും ഒരു കല്ലും മണ്ണുമല്ല, അത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനമാണ്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെയും കൂട്ടരെയും ഒറ്റപ്പെടുത്തുക. വികസനത്തിന്റെ പാതയിൽ ഭാരതം മുന്നേറുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഏത് ശക്തിയെയും നമ്മൾ ചേർത്ത് തോൽപ്പിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ രാജ്യത്തിന് നേരെ ഉയരുന്ന ഭീഷണികൾ എല്ലാവരും അറിയട്ടെ. രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകളെക്കുറിച്ച് നിങ്ങൾ
എന്താണ് ആലോചിക്കുന്നത്? ഇയാൾ ഇന്ത്യയുടെ പുരോഗതി ആഗ്രഹിക്കുന്ന ആളാണോ, അതോ ചൈനയുടെ ഏജന്റ് ആണോ, അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ ചാരനാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.